നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ 8ാമത് ബിരുദദാന സമ്മേളനം മാർച്ച് 8-ന് നടക്കും. VSSC ഡയറക്ടർ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ലഹരിക്കെതിരെ ബോധവൽക്കരണം. DYFI ചെറുവത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഭാത നടത്തം സംഘടിപ്പിച്ചു. കാസർഗോഡ് കടന്നൽ കുത്തേറ്റയാൾ മരണപ്പെട്ടു. പുളിക്കുത്തി അകർത്തിമൂലയിലെ 62-കാരനായ രാധാകൃഷ്ണയാണ് മരിച്ചത്. അരങ്ങിൽ നിറഞ്ഞാടി ശിവജിത്ത്. ഇത് 12 വയസ്സുകാരൻ്റെ ആദ്യത്തെ കതിവന്നൂർ വീരൻ തിടങ്ങൽ തോറ്റം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ 8ാമത് ബിരുദദാന സമ്മേളനം മാർച്ച് 8-ന് നടക്കും. 41 പേർക്ക് ബിരുദവും 727 പേർക്ക് ബിരുദാനന്തര ബിരുദവും 58 പേർക്ക് PhD ബിരുദവും 25 പേർക്ക് PG ഡിപ്ലോമ ബിരുദവും നൽകും. പരിപാടിയിൽ VSSC ഡയറക്ടർ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2024 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദദാന സമ്മേളനമാണ് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുക. 851 വിദ്യാർത്ഥികളാണ് ബിരുദം ഏറ്റുവാങ്ങുവാനുള്ളത്. ഇതിൽ 664 പേർ നേരിട്ട് പങ്കെടുക്കുവാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 41 പേർക്ക് ബിരുദവും 727 പേർക്ക് ബിരുദാനന്തര ബിരുദവും 58 പേർക്ക് PhD ബിരുദവും 25 പേർക്ക് PG ഡിപ്ലോമ ബിരുദവും നൽകുമെന്ന് സർവകലാശാല അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടർ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വൈസ് ചാൻസലർ ഇൻചാർജ് പ്രൊഫസർ വിൻസെന്റ് മാത്യു, രജിസ്ട്രാർ ഡോക്ടർ M. മുരളീധരൻ നമ്പ്യാർ, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ R. ജയപ്രകാശ്, സർവകലാശാലയുടെ കോട്ട് അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങൾ, അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ, ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഡീനുമാർ, വകുപ്പ് മേധാവികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിക്കും. പരമ്പരാഗത വേഷത്തിലാണ് വിശിഷ്ടാതിഥികളും വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഈ വർഷത്തെ കോൺവെക്കേഷനിൽ 8ാമത് ബിരുദദാന സമ്മേളനം VSSCയുടെ ബഹുമാന്യനായ ഡയറക്ടർ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ സർ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് മാർച്ച് 8-ാം തീയതി രാവിലെ 10 മണിക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് നടക്കുന്നതാണ്. ഈ വർഷത്തെ കോൺവെക്കേഷനിൽ മൊത്തം 851 സ്റ്റുഡൻസ് ഈ കോൺവെക്കേഷനിലെ ഡിഗ്രി ബിരുദം വാങ്ങാനായിട്ട് എലിജിബിളാണ്. അതിൽ 793 PG സ്റ്റുഡൻസും അതിൽ 614 PG സ്റ്റുഡൻസ് ഇൻ പേഴ്സണായിട്ട് കോൺവെക്കേഷനിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ PhDയുടെ 58 സ്റ്റുഡൻസ് ക്വാളിഫൈഡ് ആയിട്ടും അതിൽ 50 സ്റ്റുഡൻസ് നേരിട്ട് ഈ കോൺവെക്കേഷനിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതാണ്. കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ R. ജയപ്രകാശ്, അക്കാദമിക് ഡീൻ പ്രൊഫസർ അമൃത് G. കുമാർ, ഡീൻ സ്റ്റുഡൻസ് വെൽഫെയർ പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട, പബ്ലിസിറ്റി ആൻഡ് മീഡിയ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ മനു, പബ്ലിക് റിലേഷൻസ് ഓഫീസർ K. സുജിത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശമുയർത്തി DYFI ചെറുവത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവത്തൂരിൽ പ്രഭാത നടത്തം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. DYFI ചെറുവത്തൂർ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ ചെറുവത്തൂർ ടൗണിൽ സംഘടിപ്പിച്ച പ്രഭാത നടത്തം CPIM ജില്ലാ സെക്രട്ടറിയും MLAയുമായ M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കടിമപ്പെട്ടു പോയാൽ മനുഷ്യത്വം മാറുന്നുപോകും. മനുഷ്യത്വം മാറുന്നുപോയാൽ ഹിംസ്ര ജന്തുക്കളെക്കാൾ വിവരസത കാണിക്കും. ആ ഹിംസ്ര ജന്തുക്കളുടെ പെരുമാറ്റ രീതിയാണ് പല വീടുകളിലും സമൂഹത്തിലും ഏതാനും ചെറുപ്പക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമാണ് നാട്ടിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന കൂട്ടക്കൊല. തീർച്ചയായും ഇത്തരമൊരു സാമൂഹ്യ വിപത്തിനെ അഭിമുഖീകരിക്കുമ്പോൾ
ഡിവൈഎഫ്ഐ എല്ലാ തിന്മകൾക്കുമെതിരെ, എല്ലാ സാമൂഹ്യ ജീർണതകൾക്കുമെതിരെ, എല്ലാ ക്രിമിനൽവൽക്കരണത്തിനുമെതിരെ എന്നും അതിശക്തമായിട്ട് പ്രതിരോധമുയർത്തുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, സിനിമാ താരങ്ങളായ പി കുഞ്ഞികൃഷ്ണ മാസ്റ്റർ, ഉണ്ണിരാജ് ചെറുവത്തൂർ, നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ചന്ദ്രൻ കൊടക്കാട്, സെറീന സലാം, അനിഷേധ്യ KR, കെ പ്രണവ്, സജേഷ് K, ശ്രീജിത്ത് രവീന്ദ്രൻ, റിജിൻ കൃഷ്ണ, നവീൻ കുമാർ, അനീഷ് KV, മായ K, അഭിചന്ദ് എന്നിവർ പ്രഭാത നടത്തത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസിലെ 3-ാം പ്രതി അസ്നീഫ സിം കാർഡ് സ്വന്തമാക്കിയത് വ്യാജരേഖകളിലൂടെയാണെന്ന് കണ്ടെത്തൽ. സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ DCRB DYSP KJ ജോൺസന്റെ പരാതി പ്രകാരം കാസർഗോഡ് ടൗൺ പോലീസ് അസ്നീഫയ്ക്കെതിരെ കേസെടുത്തു. അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് 3-ാം പ്രതി പൂച്ചക്കാട് വലിയ പള്ളിക്ക് സമീപത്തെ അസ്നീഫ സിം കാർഡ് സ്വന്തമാക്കിയത് വ്യാജരേഖകളിലൂടെയാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഗഫൂർ ഹാജി കൊലക്കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ DCRB DYSP KJ ജോൺസന്റെ പരാതി പ്രകാരം കാസർഗോഡ് ടൗൺ പോലീസ് അസ്നീഫയ്ക്കെതിരെ കേസെടുക്കുകയായിരുന്നു. അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജയിലിൽ കഴിയുകയാണ് അസ്നീഫ അടക്കമുള്ള 4 പ്രതികൾ. നേരത്തെ ജാമ്യം ലഭിച്ച മധൂരിലെ ആയിഷ അടക്കമുള്ളവർക്കെതിരെ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് അന്വേഷണ സംഘം ഹൊസ്ദുർഗ് കോടതിയിൽ കുറ്റപത്രം നൽകിയത്. എന്നെങ്കിലും കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ കുടുങ്ങാതിരിക്കുവാനാണ് അസ്നീഫ മറ്റൊരാളുടെ പേരിൽ വ്യാജരേഖകൾ ഹാജരാക്കി സിം കാർഡ് എടുത്തതെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീലേശ്വരം ചായോത്ത് ടിപ്പർ ലോറി ഓട്ടോയിലിടിച്ചുണ്ടായ അപകടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ഓട്ടോ U-ടേൺ എടുക്കുന്നതിനിടയിൽ ടിപ്പർ വന്ന് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 പേരുടെ നില ഗുരുതരം. ടിപ്പർ ലോറി ഓട്ടോയിലിടിച്ചുണ്ടായ അപകടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. എരിക്കുളം സ്വദേശികളായ N ജാനകി, മരുമകൾ മൃദുല, ഓട്ടോ ഡ്രൈവർ ശ്രീനിവാസൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നീലേശ്വരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതിനാൽ ജാനകിയെയും മൃദുലയെയും മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച രാവിലെ 10:45 ചായോത്ത് സ്കൂളിന് സമീപത്തായിരുന്നു അപകടം. ഓട്ടോ U-ടേൺ എടുക്കുന്നതിനിടയിൽ ടിപ്പർ വന്നിടിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കടന്നൽ കുത്തേറ്റയാൾ മരണപ്പെട്ടു. 62-കാരനായ പുളിക്കുത്തി അഗർത്തിമൂലയിലെ രാധാകൃഷ്ണയാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു മരണം സംഭവിച്ചത്. തിങ്കളാഴ്ച നടന്നു പോകുന്നതിനിടയിൽ സോങ്കാലിൽ വെച്ചാണ് കടന്നൽ കുത്തേറ്റത്. തുടർന്ന് മംഗൽപാടി ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. എന്നാൽ ചൊവ്വാഴ്ച നില ഗുരുതരമാകുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. പരേതയായ രാധാമണിയാണ് ഭാര്യ. സുമേഷ്, സുജീഷ് എന്നിവർ മക്കളാണ്. കാഴ്ചക്കാരിൽ ഭക്തിയും കൗതുകവും നിറച്ച് ഈയക്കാട് കതിവന്നൂർ വീരൻ ദേവസ്ഥാനത്ത് കതിവന്നൂർ വീരൻ തോറ്റം. 12 വയസ്സുകാരൻ ശിവജിത്തിന്റെ ആദ്യത്തെ കതിവന്നൂർ വീരൻ തിടങ്ങൽ തോറ്റമായിരുന്നു അരങ്ങിൽ നിറഞ്ഞാടിയത്. ഈയക്കാട് കതിവന്നൂർ വീരൻ ദേവസ്ഥാനത്ത് നടന്ന കതിവന്നൂർ വീരൻ തോറ്റം കാണികളിൽ ഭക്തിയും കൗതുകവും നിറയ്ക്കുന്നതായിരുന്നു. 12 വയസ്സുകാരൻ ശിവജിത്തിന്റെ ആദ്യത്തെ കതിവന്നൂർ വീരൻ തിടങ്ങൽ തോറ്റമായിരുന്നു അത്. അക്ഷരസ്ഫുടതയോടെ തോറ്റവും ചുവടുപിഴയ്ക്കാതെ പയറ്റും അരങ്ങിൽ നിറയുമ്പോൾ കാണികൾ ശ്വാസമടക്കി ഭക്തിയോടെ തോറ്റത്തെ തൊഴുതു നിന്നു. പനയന്താർ ബാബു പെരുവണ്ണാന്റെ ശിക്ഷണത്തിലാണ് ശിവജിത്ത് കോലം അഭ്യസിച്ചു വരുന്നത്. ചെറുപ്രായത്തിൽ ചുവടുപിഴയ്ക്കാതെ അരങ്ങിലെത്തിയ തോറ്റം കാണികളെ അമ്പരപ്പിക്കുന്നതായിരുന്നു. SSGHSS കണ്ടങ്കാളി സ്കൂൾ 7ാം തരം വിദ്യാർത്ഥിയാണ് ശിവജിത്ത്. കാറടുക്ക സ്വദേശി ശിവരാമന്റെയും ശ്രുതിയുടെയും മകനാണ്. സഹോദരി ശിവന്യ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
മൊഗ്രാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തിയ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ്. പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മൊഗ്രാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന് മുൻവശം ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുണ്ടാക്കിയ പച്ചക്കറി കൃഷിത്തോട്ടത്തിൽ വിളവെടുപ്പ് നടന്നു. തുടക്കം എന്ന നിലയിൽ പച്ചമുളക് വിളവെടുപ്പാണ് പ്രധാനാധ്യാപകൻ കെ സുകുമാരനും PTA പ്രസിഡന്റ് അഷ്റഫ് പെർവാഡും ചേർന്ന് നടത്തിയത്. ഒപ്പം അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂൾ PTA അംഗങ്ങളും വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഭാഗമായി. സ്കൂളിൽ VT നിബുമാഷിന്റെ മേൽനോട്ടത്തിലാണ് പച്ചക്കറിത്തോട്ടം സ്ഥാപിച്ചത്. ഇതിനെ പരിപാലിക്കുവാൻ വിദ്യാർത്ഥികളും പച്ചക്കറി കൃഷിയോടൊപ്പം ചെറുനാരങ്ങ, പഴവർഗ്ഗങ്ങളായ ഫാഷൻ ഫ്രൂട്ട്, പേരക്ക എന്നിവയും നട്ടുവളർത്തിയിട്ടുണ്ട്. ഇതിൽ ചെറുനാരങ്ങയുടെ വിളവെടുപ്പ് ഉടനെ ഉണ്ടാകും. സ്കൂളിൽ അതിമനോഹരമായ സൂര്യകാന്തിത്തോട്ടവും സജ്ജീകരിച്ചിട്ടുണ്ട്. വിളവെടുപ്പുത്സവത്തിൽ അധ്യാപകരായ സീനിയർ അസിസ്റ്റന്റ് സി ജാൻസി ചെല്ലപ്പൻ, അഷ്കർ അലി CK, ബിജു പയ്യടക്കാത്ത്, സൈനബ CK, നസീമ P, മുജീബ് റഹ്മാൻ OK, രാജേഷൻ CB, രാഘവ PK, ജാഫർ KP, ഷുഹൈബ് T, സുജ സുധീന്ദ്രൻ, ബൽക്കീസ് CM, താഹിറ TA, നിഷ RS, മുഹമ്മദ് റാഫി M, PTA കമ്മിറ്റി അംഗങ്ങളായ വൈസ് പ്രസിഡന്റ് ലത്തീഫ് കൊപ്പളം, നജുമിൻ നിസ, അഷീന എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മറത്തുകളിയും പൂരക്കളിയും അരങ്ങേറി. കൊയ്യോങ്കര രാജീവൻ പണിക്കരും അണ്ടോൾ P രാജേഷ് പണിക്കരും മറത്തുകളിയിൽ മാറ്റുരച്ചു. മറത്തുകളിയിൽ P സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തെക്കേ വീട്ടിൽ കുഞ്ഞിരാമൻ അന്തിതിരിയനും തുരുത്തിപ്പള്ളി നാരായണൻ അന്തിതിരിയനും ദീപം തെളിയിച്ചു. കേരള പൂരക്കളി അക്കാദമി സെക്രട്ടറി VP മോഹനൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പടന്നാമുണ്ട്യ സെക്രട്ടറി PV ശശിധരൻ അധ്യക്ഷത വഹിച്ചു. MV അപ്പു പണിക്കർ, P ദാമോദരൻ പണിക്കർ, K നാരായണൻ പണിക്കർ, P ഭാസ്കരൻ പണിക്കർ, പിലാക്കൽ അശോകൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജൈവകൃഷി ചെയർമാൻ മാമുനി സുരേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി ചെയർമാൻ K തമ്പാൻ, ഏളത്ത് കമ്മിറ്റി ചെയർമാൻ P അരവിന്ദാക്ഷൻ, സംഘാടക സമിതി കൺവീനർ PP ശശിധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ക്ഷേത്ര സംഘടനകളുടെ പൂരക്കളി അവതരണവും നടന്നു. ചെറുവത്തൂർ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം, ചെറുവത്തൂർ കാടാങ്കോട് നെല്ലിക്കൽ ഭഗവതി ക്ഷേത്രം, കരുവെള്ളൂർ കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘങ്ങളാണ് പൂരക്കളി അവതരിപ്പിച്ചത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നീലേശ്വരം പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ പ്രസാദ് കർണമൂർത്തിക്ക് ദൈവ നിയോഗം. പെരുങ്കളിയാട്ടത്തിൽ പ്രധാന ആരാധനാമൂർത്തിയായ കേണമംഗലത്ത് ഭഗവതിയുടെ തിരുമുടി അണിയുന്നത് പ്രസാദ് കർണമൂർത്തിയാണ്. ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ കുച്ചിലിൽ വ്രതത്തിലാണ് ഇപ്പോൾ പ്രസാദ് കർണമൂർത്തി. ജന്മനാട്ടിൽ പ്രസാദ് കർണമൂർത്തിക്ക് ഇത് ദൈവ നിയോഗമാണ്. കോലധാരിയാകുവാൻ നിയോഗം ലഭിച്ചതോടെ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ കുച്ചിലിൽ വ്രതത്തിലാണ് ഇദ്ദേഹം.
വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം 9-ാം തീയതി കേണമംഗലത്ത് ഭഗവതിയുടെ തിരുമുടി അണിയും. ഇത് ഏറ്റവും പാരമ്പര്യ ഏറ്റവും വലിയ മുടിയാണ് ഭഗവതിയുടെ പ്രത്യേകത. അത് കല്ലോട്ടുനിന്ന് കവുങ്ങും മുളവിൻ്റെ നിന്ന് മുളയും മുറിച്ച് കൊണ്ടുവന്നിട്ട് ക്ഷേത്രേശന്മാരും ബാല്യക്കാരെല്ലാം കൂടി പിന്നെ വാദ്യം അകമ്പടിയോടെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് അങ്ങനെ അതിൽ നിന്ന് തന്നെ മുടി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഏറ്റവും വലിയ 42 അടി മുടിയാണ് ഭഗവതിക്ക് വേണ്ടത്. പ്രസാദ് കർണമൂർത്തിയുടെ 3ാമത്തെ പെരുങ്കളിയാട്ടമാണിത്. ജന്മനാട്ടിൽ ഭഗവതിയുടെ തിരുമുടി അണിയുമ്പോൾ അത് കർമ്മ സാഫല്യവും ഒപ്പം സ്വപ്ന സാഫല്യവുമാണ്. നാട്ടിലൊരു സാധാരണ കളിയാട്ടത്തിനെ അപേക്ഷിച്ചിട്ട് എൻ്റെ നാട്ടിലൊരു കളിയാട്ടമൊന്നും എൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ തെയ്യം കെട്ടിയതും വളർന്നതും ഇവിടെയാണ്. ഇവിടെ എല്ലാ വർഷവും വൃശ്ചിക മാസം 15-ാം തീയതി തെയ്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തെയ്യം നമുക്കില്ല സ്ഥലമാണത്. അപ്പോൾ പല തെയ്യം കെട്ടാനും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും ഏറ്റവും കൂടുതൽ സാധിച്ച സ്ഥലമാണ്. അവിടെ ഒരു പെരുങ്കളിയാട്ടത്തിന് ഒരു ഭഗവതി കെട്ടാൻ കിട്ടിയത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കണക്കൂട്ടുന്നു. മാർച്ച് 4 മുതൽ ആരംഭിച്ച പെരുങ്കളിയാട്ടത്തിൽ 11 തോറ്റങ്ങളാടിയാണ് കൃഷ്ണമൂർത്തി ഭഗവതിയുടെ കോലമണിയുക. 10ാമത്തെ ദിവസമാണ് തിരുമുടി. ഒരു 5 ദിവസം പിന്നെ ഒരു 10ഓളം തോറ്റം കഴിക്കാനുണ്ട്. ബാക്കി എല്ലാ ദിവസമെല്ലാം വ്രതം ഇവിടെ തന്നെ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം അമ്പിത്തടിയിൽ നാട്ടുകാർ വാങ്ങിയ സ്ഥലത്ത് തന്നെ അംഗൻവാടി നിർമ്മിക്കും. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ബോർഡ് യോഗത്തിലാണ് സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടത്. അംഗൻവാടി നിർമ്മിക്കുവാനായി നാട്ടുകാർ സ്ഥലം വാങ്ങിയിരുന്നുവെങ്കിലും ചിലർ എതിർപ്പുമായി രംഗത്തെത്തിയത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അംഗൻവാടി നിർമ്മിക്കുവാൻ തീരുമാനമെടുത്തതിലൂടെ നാട്ടുകാരുടെ കൂട്ടായ പരിശ്രമമാണ് വിജയം കണ്ടത്. അമ്പിത്താടി അംഗൻവാടിയുടെ സ്വന്തമായൊരു കെട്ടിടമെന്ന സ്വപ്നത്തിന് വിരാമമായി. ഗ്രാമവാസികൾ വാങ്ങിയ അതേ സ്ഥലത്ത് കുട്ടികൾക്കായി പുതിയ അംഗൻവാടി കെട്ടിടം ഉയരും. താൽക്കാലികമായി ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിൽ മഴയിലും ചൂടിലും ബുദ്ധിമുട്ടേണ്ടി വരുന്ന കുട്ടികളുടെ പ്രതിസന്ധിയെ കാണിച്ച് KCN ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നുള്ള നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ അംഗൻവാടി നിർമ്മിക്കാൻ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ തീരുമാനമെടുത്തതായി മഞ്ചേശ്വരം പഞ്ചായത്ത് സെക്രട്ടറി ജയഹരി KCN ന്യൂസിനോട് പറഞ്ഞു. 4 സെൻറ്റ് സ്ഥലം അംഗൻവാടിക്ക് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ 2018 മുതൽ ഇതുവരെ ഇങ്ങനെ കുറേ ശ്രമിച്ചിട്ട് അതിനെ ആക്കാത്തവരെ കുറേ ആൾ തടഞ്ഞുകൊണ്ടല്ല വന്നാൽ പല റീസണും ചൊല്ലിയിട്ട് തടഞ്ഞുകൊണ്ട് വന്നിട്ട് നമ്മൾ കുറേ അദാലത്തിലെല്ലാം പരാതിയിൽപ്പെട്ടിട്ട് ലാസ്റ്റ് കരുതലും കൈത്താങ്ങും താലൂക്ക് അദാലത്ത് ഉപ്പത്ത് പരാതിപ്പെട്ടതിൽ അവരെല്ലാം അന്വേഷിച്ചിട്ട് നമ്മൾ എടുത്തു കൊടുത്ത സ്ഥലത്ത് തന്നെ അംഗൻവാടി കെട്ടാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചു. നമ്മൾ എടുത്തു കൊടുത്ത 2018 എടുത്തു കൊടുത്ത സ്ഥലത്ത് തന്നെ അംഗൻവാടി കെട്ടാൻ വേണ്ടി അവിടുത്തെ തീരുമാനം വന്നിന്. അത് പഞ്ചായത്ത് ബോർഡ് അംഗീകരിച്ചിട്ട് ഇനിയിപ്പോൾ പ്രോജക്റ്റ് വെച്ചിട്ട് അതിനെ ക്ലിയർ ആക്കുന്നിട്ട് പഞ്ചായത്തിൻ്റെ അധികൃതരും ചെല്ലി ഞങ്ങൾ 2018 ഗ്രാമവാസികൾ ഒത്തുചേർന്ന് ഭൂമി വാങ്ങി പഞ്ചായത്തിന് കൈമാറിയിരുന്നു. എന്നാൽ ഗ്രാമവാസികൾ വാങ്ങിയ സ്ഥലത്ത് അംഗൻവാടി കെട്ടിടം പണിയുന്നതിനെ ചില വ്യക്തികൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എതിർത്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ കരുതലും കൈത്താങ്ങും അദാലത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ ഉപ്പളയിൽ നടന്ന അദാലത്തിൽ ഗ്രാമവാസികൾ സ്ഥലം വാങ്ങിയ 6-ാം വാർഡ് പരിധിയിൽ ഒരു അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. തുടർന്ന് ഗ്രാമവാസികൾ വാങ്ങിയ സ്ഥലത്ത് അംഗൻവാടി നിർമ്മിക്കാൻ ഇപ്പോൾ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെന്നും 2025-26 സാമ്പത്തിക പദ്ധതിയിൽ 1.5 ലക്ഷം രൂപ കെട്ടിടത്തിനായി അനുവദിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പുതിയ തലമുറയിലെ കുട്ടികളിലുണ്ടാകുന്ന മാനസികമായ മാറ്റങ്ങളിൽ മാതാപിതാക്കൾക്ക് ആശങ്കയല്ല കരുതലാണ് വേണ്ടതെന്ന് കാസർകോട്ടെ പ്രശസ്ത സൈക്കോളജിസ്റ്റായ പ്രിയങ്ക പി. KCN ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം KCN ചാനലിൻ്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും കാണാവുന്നതാണ്. ഇന്ന് രക്ഷിതാക്കൾക്ക് വളരെയധികം ആശങ്കയുള്ള ഒരു കാര്യം ഡ്രഗ്സ് ഉപയോഗത്തിനെ കുറിച്ചാണ്. എന്ത് ചെയ്യും, നമ്മുടെ കുട്ടികൾ അങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടുപോകുമോ എന്നുള്ള കാര്യങ്ങളിലാണ്. അപ്പം ഇതിനും എനിക്ക് പറയാനുള്ളത് അതേ കാര്യമാണ്, മൂല്യബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ആ ഒരു ഓപ്പൺ സ്പേസ്, കമ്മ്യൂണിക്കേഷനുള്ള ഓപ്പൺ സ്പേസ് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോകാൻ സാധ്യത തീരെ കുറവാണ്. അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത്. കാരണം ഈസിലി അവൈലബിൾ ആണ് ഡ്രഗ്സ്. പക്ഷേ അതിനെ നമുക്ക് നിർത്തലാക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് ഒരുപാട് ഓർഗനൈസേഷനും ഒരുപാട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടും ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ, എന്തെങ്കിലും ഒരു ഡ്രഗ്സിൻ്റെ ഉപയോഗം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള പല
വാട്സപ്പ് വഴി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫോൺ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അനോണിമസ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും ഇന്ന് ഉണ്ട്. അത് നമുക്ക് ചെയ്യാം. അതിന് പുറമെയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ ആ ഒരു ഓപ്പൺ സ്പേസ് കൊടുക്കുക എന്നുള്ളത്, കമ്മ്യൂണിക്കേഷനുള്ള ഓപ്പൺ സ്പേസ് കൊടുക്കുക. അപ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും നമ്മളോട് എല്ലാ ദിവസവും തന്നെ സ്കൂളിലത്തെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആയി നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഒരു സ്വഭാവ മാറ്റം നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അല്ലാതെ ഒരിക്കലും ഇത്രയും ഒരാഴ്ചയിൽ കൂടുതലൊന്നും തീർച്ചയായിട്ടും കുട്ടികളുടെ സ്വഭാവ മാറ്റം നമുക്ക് ശ്രദ്ധയിൽപ്പെടാതെ പോവില്ല, നമ്മൾ മൈൻഡ്ഫുൾ ആണെങ്കിൽ. അപ്പോൾ രക്ഷിതാക്കൾ എപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കുക എന്നുള്ളത്, ഭയത്തോടു കൂടിയല്ല, പക്ഷെ നാച്ചുറലായിട്ട് സ്നേഹത്തോടു കൂടി മൈൻഡ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന് ദീപം തെളിഞ്ഞു. 1/4 നൂറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് പെരുങ്കളിയാട്ടത്തിന് തുടക്കമായത്. 1/4 നൂറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന് ദീപം തെളിഞ്ഞു. ബുധനാഴ്ച രാവിലെ തിരുവായുധം കടയലിനെ തുടർന്ന് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നും തൃക്കരിപ്പൂർ ചക്രപാണി മഹാക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രേശന്മാരുടെയും കൂട്ടായിക്കാരുടെയും ബാല്യക്കാരുടെയും നേതൃത്വത്തിൽ ആചാരാനുഷ്ഠാനത്തോടെ ദീപവും തിരിയും രാമവില്യം കഴകത്തിലെത്തിച്ചു. തുടർന്ന് കലവറയിലേക്ക് വിഭവങ്ങൾ കൊണ്ടുവന്ന് കന്നിക്കലവറയിൽ ദീപം തെളിയിക്കുകയായിരുന്നു. തൃക്കരിപ്പൂർ നേക്കണിശനും പെരുങ്കണിശനും വെള്ളോലക്കുട സമർപ്പണം നടത്തി. ഉച്ചകഴിഞ്ഞ് കാവില്യാട്ട് കാവിലേക്ക് എഴുന്നള്ളത്ത് നടന്നു. വൈകുന്നേരത്തോടെയാണ് ഉച്ചത്തോറ്റത്തിൻ്റെ വരവ് നടന്നത്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ദേലമ്പാടി ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലെ ബ്രഹ്മ കലശോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ജൈവകൃഷി പദ്ധതിയുടെ 3ാം ഘട്ടം മണ്ടമ്പാടിയിൽ ആരംഭിച്ചു. സേവാസമിതി ഭാരവാഹി ശങ്കർ റൈ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ദേലമ്പാടി ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലെ ബ്രഹ്മ കലശോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ജൈവ പച്ചക്കറി കൃഷിയുടെ 3ാം ഘട്ടം മണ്ടമ്പാടിയിൽ ശങ്കർ റൈ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഉമേഷ് എം.ആർ, ബാലകൃഷ്ണ റായ്, തേമ്പണ്ണ റായ്, നാരായൺ എം.ആർ മുംബൈ, രാജേഷ് പാട്ടാളി, കൃഷ്ണപ്പ പൂജാരി, ദിവാകർ റായ്, ആനന്ദ എം.കെ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളരി, മത്തൻ, കുമ്പളങ്ങ മുതലായ പച്ചക്കറികളാണ് 3ാം ഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നഗരസഭ ക്ഷീര കർഷകർക്ക് ധാതുലവണങ്ങൾ വിതരണം ചെയ്തു. ജനകീയാസൂത്രണം 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം നടത്തിയത്. കാഞ്ഞങ്ങാട് പാൽ വിതരണ സഹകരണ സംഘത്തിന്റെ ഒഴിഞ്ഞവളപ്പ് പാൽ ശേഖരണ കേന്ദ്രത്തിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത ധാതുലവണങ്ങൾ ക്ഷീര കർഷകർക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ്സഭയിൽ അപേക്ഷ നൽകിയ 100ഓളം ക്ഷീര കർഷകർക്കാണ് 1200 രൂപ വില വരുന്ന ധാതുലവണങ്ങൾ വിതരണം ചെയ്യുന്നത്. ചടങ്ങിൽ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സജീവ് കുമാർ സ്വാഗതം പറഞ്ഞു. നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ. ലത, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ. അനീഷൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ. വി. സരസ്വതി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ. പ്രഭാവതി, കൗൺസിലർമാരായ സി. രവീന്ദ്രൻ, നജ്മ റാഫി എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് പാൽ വിതരണ സഹകരണ സംഘം പ്രസിഡന്റ് കൃഷ്ണൻ പനങ്കാവ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്ഥാന സർക്കാരിൻ്റേത് തൊഴിലാളി വിരുദ്ധ നയങ്ങളാണെന്നാരോപിച്ച് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് പ്രക്ഷോഭത്തിലേക്ക്. കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഫെയർ മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ യാത്രാ സൗജന്യമെന്ന സ്റ്റിക്കർ ഓട്ടോകളിൽ പതിപ്പിക്കണമെന്ന ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിനെതിരെ കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMS കാഞ്ഞങ്ങാട് RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി.
BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. സ്റ്റിക്കർ പതിക്കാറുണ്ട്. യാത്രക്കാർക്ക് കാണുന്നതിന് വേണ്ടി അവരുടെ ചാർജ് കാണിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റിക്കർ ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ ഒരു നിയമത്തിന്റെ പഴുതുപിടിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നമ്മുടെ ഗതാഗത മന്ത്രിയുമായി സംസാരിച്ച് മാർച്ച് മാസം 1-ാം തീയതി മുതൽ ഒരു രാത്രി പെട്ടെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഉണ്ടായ ഒരു ബുദ്ധിയാണ് സ്റ്റിക്കർ പതിക്കണമെന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയ മസ്ദൂർ സംഘത്തെ സംബന്ധിച്ചിടത്തോളം മീറ്റർ പ്രവർത്തിക്കുന്നതിന് ഒരു എതിർപ്പുമില്ല. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഭരതൻ കല്യാൺ റോഡ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീശൻ നട്ടേങ്ങാനം, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞിരാമൻ കാട്ടുകുളങ്ങര, ബാലകൃഷ്ണൻ സൂര്യോദയം, രാകേഷ് മുത്തപ്പൻതറ എന്നിവർ സംസാരിച്ചു. കോട്ടച്ചുരി ട്രാഫിക് സർക്കിളിനടുത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ബാബു കൊടവലം, ബാബുരാജ് കോട്ടപ്പാറ, അനിൽ പറക്ലായി, മിഥുൻ നീലേശ്വരം, പ്രഭാകരൻ നീലേശ്വരം, അരുണൻ ചേറ്റുകുണ്ട, വിജയൻ കൊട്ടോടി, ഉദയൻ 3-ാം മൈൽ എന്നിവർ നേതൃത്വം നൽകി. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രഭാഷ് ശങ്കർ സ്വാഗതവും മനോജ് കല്യാണം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിലാണ് സമ്മേളനം നടന്നത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ജോയിന്റ് കൌൺസിൽ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ഉന്നയിച്ചു. കാഞ്ഞങ്ങാട് മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി S. സജീവ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി ഗോകുൽ KJ പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ ഷൈജു വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ, ജില്ലാ സെക്രട്ടറി ബിജുരാജ് CK, സംസ്ഥാന കമ്മിറ്റി അംഗം യമുന രാഘവൻ, ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആമിന, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ശ്രീജി തോമസ്, പ്രീത, ജില്ലാ ട്രഷറർ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളായി വിൻസെന്റ് PM പ്രസിഡന്റായും, റോസ്മി റോക്കി വൈസ് പ്രസിഡന്റായും, സനു P സെക്രട്ടറിയായും, ജിഷാദ് ശങ്കർ ജോയിന്റ് സെക്രട്ടറിയായും, സുനിൽകുമാർ P ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ 8ാമത് ബിരുദദാന സമ്മേളനം മാർച്ച് 8-ന് നടക്കും. VSSC ഡയറക്ടർ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ലഹരിക്കെതിരെ ബോധവൽക്കരണം. DYFI ചെറുവത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഭാത നടത്തം സംഘടിപ്പിച്ചു. കാസർഗോഡ് കടന്നൽ കുത്തേറ്റയാൾ മരണപ്പെട്ടു. പുളിക്കുത്തി അകർത്തിമൂലയിലെ 62-കാരനായ രാധാകൃഷ്ണയാണ് മരിച്ചത്. അരങ്ങിൽ നിറഞ്ഞാടി ശിവജിത്ത്. ഇത് 12 വയസ്സുകാരന്റെ ആദ്യത്തെ കതിവന്നൂർ വീരൻ തിടങ്ങൽ തോറ്റം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.